ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पदान शृण्वन्नोतिभिः सीदसादनम् एकदन्ताय विद्महे वक्रतुण्डाय धीमहि तन्नो दन्तिः प्रचोदयात् महागणपति प्रसाद सिद्धिरस्तु. ഇവിടെ സ്ഥലമുണ്ട് സാറേ. ഇവിടെ നമ്മൾ ക്യാമറ വെച്ചിട്ട് ലൈറ്റ് നമ്മൾ ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹെലികാം യൂസ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഫോളോ ചെയ്ത് റൗണ്ട് ആയിട്ട് വരാം. അതേ ടെൻഷൻ ആവും. എക്സ്ക്യൂസ് മീ. യെസ്. താങ്ക് യു. പ്ലീസ് അതെ ഈ ക്രൗൺ ഉപയോഗിച്ചേ പറ്റൂ. ആക്ച്വലി വളരെ വെയിറ്റ് അത്. അതെ സാർ, കുറച്ച് വെയിറ്റ് കൂടുതലാണ്. അഭിനയിക്കാൻ വരുമ്പോ തന്നെ നല്ല വെയിറ്റോട് കൂടിയാണല്ലോ വരുന്നത്. അതും രാജാവിനും റാണിക്കും എന്തുമാത്രം ഉണ്ടായിരിക്കണം. അതിരിക്കട്ടെ, നീ ആദ്യം ഈ കഥ കേക്ക്. പറയൂ സർ. പണ്ടൊരു കാലത്ത്, അതായത് ലോങ് ലോങ് എഗോ, സോ ലോങ് എഗോ, നോബഡി ക്യാൻ സേ ഹൗ ലോങ് എഗോ. അയ്യോ, പേടിക്കണ്ടെന്നേ, ഇതിന്റെ പേരാണ് ഫോക്ലോർ. ക്യാരക്ടേഴ്സ് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലുണ്ടായിരിക്കും, എന്നാൽ കളറിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഹീറോയുടെ പേര് ഉത്തമൻ, പടത്തിന്റെ പേര് ഉത്തമ വില്ലൻ. വില്ലൻ എന്നുള്ളത് ഇംഗ്ലീഷ് പേരല്ലേ? തമിഴ്നാട്ടിലൊക്കെ ഇംഗ്ലീഷിൽ പേര് വെച്ചാൽ ടാക്സ് ബെനിഫിറ്റ് കിട്ടില്ല. ഇവിടെ അങ്ങനെയില്ലേ? എന്റെ പൊന്നപ്പനെ, നല്ല വിവരമുള്ള പെണ്ണാണല്ലോ. നല്ല വിവരമുള്ള ആള് തന്നെ. വില്ലൻ മലയാളം അല്ലെന്ന് ആരാ പറഞ്ഞേ? മല്ലയുദ്ധം ചെയ്യുന്നവൻ മല്ലൻ, വില്ലുകൊണ്ട് യുദ്ധം ചെയ്യുന്നവൻ വില്ലൻ. അർജുനൻ വില്ലൻ, ശിവൻ വില്ലാളി വീരൻ. അത് മാത്രമല്ല, പഴയൊരു Let us come back to our story. മുത്തു വളരുന്ന നാട്ടിൽ ഉത്തമൻ എന്നു പേരുള്ള ഒരു കൂത്ത് കലാകാരൻ, അർജുനന്റെ വേഷം. ആ കൂത്തില് അർജുനൻ ശിവനോട് വില്ലുവരം വാങ്ങുന്നതാണ് സീൻ. നമ്മുടെ വില്ലുപാട്ടും മലയാള നാടിന്റെ തെയ്യമാട്ടവും ചേർന്ന ഒരു ഫ്യൂഷൻ ഫോമാണ് ഇത്. വില്ലുപാട്ട് കഥ പറയും, തെയ്യം കടന്നു പോകും. നിങ്ങളൊക്കെ റെഡിയാണോ? റെഡിയാണെന്ന്. ഇതാ ഇരിക്കുന്നതാണ് ദി ഗ്രേറ്റ് സുബ്ബു. സുബ്ബു ആറുമുഖം, പഴയ തമിഴ് നടൻ NSKയുടെ കൂടെ ഉണ്ടായിരുന്നതാ. വില്ല് പാട്ടിൽ ഇയാളാണ് പ്രധാനി. ചുക്കില്ലാത്ത കഷായം പോലെ. ജിബ്രാൻ റെഡിയാണല്ലോ? റെഡി സാർ. എന്നാ ഒരു മോണിറ്റർ തന്നെ തന്നെ. നമുക്ക് കാണിച്ചു കൊടുക്കാം. എല്ലാരും ഓടി മരത്തിൽ കയറിക്കോ, അല്ലെങ്കിൽ പാമ്പ് കൊത്തും. തറയിൽ നിൽക്കുന്ന ആപത്താണ്. ആരാ എന്നെ കിള്ളിയത്, കടിച്ചത്? എവിടെയാണിത് കാണുന്നില്ലല്ലോ. ഇതെന്ത് കാണിക്കുക? എവിടെ പോയി? അയ്യോ, 4 പേര് മരിച്ചു പോയല്ലോ. ജീവനുണ്ട്, ജീവനുണ്ട്. നമ്മുടെ ആളല്ലേ, ഇവനെങ്കിലും ഒന്ന് രക്ഷിക്കാൻ നോക്ക്. നമ്മുടെ ആളെന്ന് പറഞ്ഞ് അവിടെ നിന്നും കൊണ്ട് വാവാക്കാൻ പറ്റില്ല. 5ാമത്തെ ആളും മേപ്പോട്ട് പോയി. എന്റെ ഇരുന്ന പാമ്പാണതോ പാവേ? അതുപോലെ അറിയാതെയാണോ ഇത്രയും കാലം പാമ്പിനെയും കൊണ്ട് നടന്നത്? അയ്യോ അയ്യോ, എന്റെ പാമ്പിനൊന്നും ചേര്. അടിക്കലേ അടിക്കലേ. അയ്യോ അടിക്കലേ അടിക്കലേ. അയ്യോ അയ്യോ അടിക്കലേ, എന്റെ പാമ്പിനെ കൊല്ലല്ലേ. അയ്യോ, 5 പേര് ചത്തുപോയല്ലോ. ശുഭ്രവസ്ത്രപ്പട്ടിൽ പൊതിഞ്ഞു മുത്തും പവിഴവും ചാർത്തി സുമുഖനായവൻ മൃത്യുവടഞ്ഞ പിണത്തിനരികെ ഇനി ദോഷം മാറ്റി ശാന്തി നൽകുവാൻ പ്രാർത്ഥിച്ചിടാ. ഇപ്പൊ എന്തിനു ജലം? അസംബന്ധം. ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. അശരീരിയാണോ? ആ അരി എടുക്കുക, ശവത്തിന്റെ വായിൽ ഇട്ടു കൊടുക്കുക. അനാഥ പിണം. ഞാൻ പ്രേതമല്ല.
അയ്യോ പോവാ വേഗം പോയി കഴിക്കാൻ നോക്ക. ശീഘ്രം ചെല്ലൂ. എന്തൊരു കൂട്ടമായത്! ചത്തുപോയവന്റെ വിരുദ്ധ കണ്ടില്ലേ? ആ പിശാചുക്കളുടെ ആത്മാവ് ശാന്തി അടയട്ടെ. ഇത്രയും നല്ല സദ്യ കിട്ടുമെന്ന് അറിയായിരുന്നെങ്കിൽ എന്നും മരിച്ച് ജീവിക്കായിരുന്നു. എനിക്ക് കുറച്ചുകൂടി വേണം, നല്ല വിശപ്പ്. ശബ്ദം ഉണ്ടാക്കരുത്, ഞാനിതൊന്ന് കഴിച്ചു തീർത്തോട്ടെ. അല്ല അയ്യോ, അവിടേക്ക് നോക്കുക. 2 കാലുകളും ഉണ്ടോ പറഞ്ഞിരിക്കുകയാണ്. ചമ്രപ്പടിയോ പപ്പടോ ആദ്യം കാല് കാണുന്നുണ്ടോ നോക്കുക. വായിക്കാത്ത വടകൊണ്ട് അടച്ചു വെച്ചു. അയ്യോ, എനിക്ക് 2 കാലുണ്ട്. ദേ ഒന്ന്. അല്ലയോ മഹാത്മാവേ, അങ്ങേക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാലും. എനിക്ക് എന്താണ് വേണ്ടത്? 2 വട, പിന്നെ പുളിശ്ശേരി, പിന്നെ പായസം കൊണ്ടുവാ. ചോദിക്കുന്ന കണ്ടില്ലേ, വേഗം കൊടുക്ക്. എനിക്ക് തരൂ, എനിക്ക് തരൂ, കൊടുക്ക്. തരൂ. എന്താ അനക്കമില്ല? ആ മരിച്ചെന്ന് തോന്നുന്നു. പ്രേതം മരിച്ചുപോയി. മരിച്ചാലല്ലേ പ്രേതം. ജലം, ജലം വേണം. ജീവിക്കാനായി ഉത്തമൻ ചോദിച്ച വരം ഉടനെ ഫലിച്ചു. ജലനിരപ്പുയർന്നു. നദി ഇളകി മറിഞ്ഞൊഴുകി. മുള കൊണ്ടുള്ള ശവമഞ്ചത്തിൽ ഉത്തമൻ ഒഴുകിക്കൊണ്ടേയിരുന്നു. മറ്റുള്ളവർ നദിയിൽ മുങ്ങിത്താഴ്ന്നു. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കായിരുന്ന ഉത്തമനെ മരണമില്ലാത്തവനായി ആ നദി രക്ഷിച്ചു. ഉത്തമൻ വെള്ളത്തിന് മുകളിലൂടെ ഒഴുകിക്കൊണ്ടേയിരുന്നു. എവിടെ നോക്കിയാലും വെള്ളം മാത്രം. പക്ഷേ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. എനിക്ക് കുടിക്കാൻ വെള്ളം വേണം. ദൈവമേ, മതി മതി. ആഹാ, സത്യത്തിൽ ഞാൻ ഭാഗ്യവാൻ തന്നെയാണ്. സ്വർഗത്തിൽ വന്ന് എത്തിച്ചേർന്നല്ലോ. ഓഹോ, കുയിലും എന്ത് പുണ്യമാണാവോ ചെയ്തത്. അതും സ്വർഗത്തിലെത്തിയിരിക്കുന്നു. കുയിലിന്റെ കാഷ്ടം. കാഷ്ടം വന്ന് നെറ്റിമേൽ വീണിടുന്ന നേരത്തും സ്വർഗമല്ല, സ്വർഗമല്ല, ഇത് സ്വർഗമാകാൻ വഴിയില്ല. ആഹാ, മാനുകൾ ഓടി വിളയാടുന്ന ചോലകൾ, മയിലാടും പാറകൾ, മുയലുകൾ മേയുന്ന പുൽമേടകൾ. ഭഗവാനെ, ഭക്ഷിക്കാൻ എന്തെങ്കിലും തരുമോ? മുതല എനിക്ക് തിന്നാൻ ചോദിച്ചപ്പോ എന്നെയാണോ തിന്നാൻ കൊടുക്കാൻ പോകുന്നത്? ദൈവമേ, എന്നെ രക്ഷിക്കൂ. ആ മുതലെ ആരെങ്കിലും കൊല്ലൂ. രക്ഷിക്കണേ. അയ്യോ അയ്യോ അയ്യോ, ദൈവമേ. അയ്യോ, താഴ
വെള്ളച്ചാട്ടം. അയ്യോ, ഞാൻ മരിക്കില്ല, ഞാൻ മരിക്കില്ല, ഞാൻ മരിക്കില്ല. പാമ്പ് കടിച്ചും ചത്തില്ല, കമ്പിനടിച്ചും ചത്തില്ല. ആണെന്നറിയാമോ? നാരായണ നാമം ജപിച്ചത് കൊണ്ട്. നാരായണൻ എന്ന് പറഞ്ഞാൽ മൃത്യുഞ്ജയനാണോ? എന്തൊരു കഷ്ടമാണിത്. മൃത്യുഞ്ജയനാണെന്നോ? മരണത്തെ വെല്ലുന്നവൻ. ഹേയ്, ഈ അരുവിയിൽ വീണ ആരും ഇതുവരെ ജീവിച്ച ചരിത്രമേ ഇല്ല. ശംഭോ ശിവശംഭോ, ഈ നേരം കൈലാസത്തിൽ ചെന്ന് ചേരേണ്ടതാണിവൻ. എന്താ വൈകുണ്ഠത്തിലേക്ക് പോവില്ല? അത് വൈകുണ്ഠമാണോ കൈലാസമാണോന്ന് ശവം കരക്കടിച്ചതിന് ശേഷം അത് തീരുമാനിക്കാം. കണ്ടില്ലേ ആ മനുഷ്യനെ ജീവനോടെ ഉള്ളത്? അതാ നോക്കൂ ഉത്തമൻ, ജീവനോടെ. ഇവൻ മൃത്യുഞ്ജയൻ തന്നെ. മൃത്യുഞ്ജയ, നിനക്കൊരിക്കലും മരണമില്ല. ഓക്കെ, ഫസ്റ്റ് ക്ലാസ്. ലാസ്റ്റ് സീൻ ഭയങ്കര തൃപ്തിയായി. നിനക്കിഷ്ടമായോ? എനിക്ക് ഓക്കെയാണ് സാർ. ഓക്കെ ആണല്ലോ. ഓക്കെ സാർ. ആ മനോ? അല്ല സാർ, അത് എനിക്കറിയാം അവസാനം വരെ നിനക്ക് തൃപ്തിയാവില്ലെന്ന്. 1 മിനിറ്റ്. 1 മിനിറ്റ് സാർ. പോയിട്ട് വാ.